രാഹുൽ വയനാട് ഡിസിസി ഓഫീസിൽ കയറില്ല, സുരക്ഷ പോരെന്നാണ് എസ്പിജി. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കിയിട്ടുമുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്ന സാഹചര്യത്തിൽ വയനാട് നഗരം എസ്പിജി സുരക്ഷയിലാണ്. നഗരത്തിലാകെ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ചുരം കയറിയെത്തുന്ന വാഹനങ്ങളിലടക്കം പരിശോധന നടത്തുകയാണ്. വൻ പോലീസ് സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്. അസമിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് 8 മണിയോടെയായിരിക്കും രാഹുൽ കോഴിക്കോട് എത്തുക. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ താമസിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുന്ന സാഹചര്യത്തിൽ ഗസ്റ്റ് ഹൌസിന്റെ നിയന്ത്രണം എസ്പിജി ഏറ്റെടുത്തു കഴിഞ്ഞു. രാവിലെ റോഡ് മാർഗം വയനാട്ടിലെത്തണമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളി. ചുരം കയറി പോകുന്ന റോഡിൽ രാഹുലിന് സുരക്ഷയൊരുക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് വിശദീകരണം. ഇതോടെ യാത്ര ഹെലികോപ്റ്റർ മാർഗമാക്കിയിട്ടുണ്ട്. 11 മണിയോടെ കൽപ്പറ്റയിലെ AKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാനാണ് തീരുമാനം. ഇതിനുവേണ്ടി മൈതാനം സജ്ജമാക്കുന്ന തിരക്കിലാണ് ജില്ലാ ഭരണകൂടവും സുരക്ഷാ ഉദ്യോഗസ്ഥരും. JCB ഉപയോഗിച്ച് മൈതാനം നിരപ്പാക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. ഇതിനു പുറമെ പുത്തൂർ വയൽ എയർ ക്യാമ്പ് ഗ്രൗണ്ടിലും ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലും കൂടി ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സൗകര്യം ഒരുക്കാനും SPG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൽപ്പറ്റയിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടി ഏതാണ്ട് 2 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച് കളക്ടറേറ്റിൽ എത്തുമെന്നാണ് നിലവിലെ തീരുമാനം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള രാഹുലിന്റെ യാത്ര റോഡ് ഷോ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരെ പരമാവധി അണിനിരത്തി റോഡ് ഷോ ആവേശത്തിലാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ റോഡിനിരുവശവും സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് ബാരിക്കേഡ് ഉണ്ടാകും. ഇതിനിരുവശത്ത് മാത്രമേ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടമുണ്ടാകൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം DCC ഓഫീസിലെത്തി രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളെ കാണുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് കൽപ്പറ്റയിലെ DCC ഓഫീസ് രാജീവ് ഭവൻ മോടി കൂട്ടുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. DCC ഓഫീസ് പരിസരത്ത് പന്തൽ പണി പുരോഗമിക്കുന്നതിനിടെയാണ് രാഹുൽ ഇവിടെ എത്തില്ല എന്നുള്ള സൂചന സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയത്. DCCയിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകാനാകില്ലെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ DCCയെ അറിയിച്ചിട്ടുണ്ട്. നഗരം ഇപ്പോൾ തന്നെ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. വരുന്നതും പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുമുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സുഗന്ധഗിരി അടക്കമുള്ള പ്രദേശങ്ങളിൽ തണ്ടർബോൾട്ട് പരിശോധന നടത്തുന്നുണ്ട്. രാഹുലിന്റെ വരവിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് യോഗം ചേർന്നു. KC വേണുഗോപാൽ, മുകുൾ വാസ്നിക്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, വയനാട്, കോഴിക്കോട്, മലപ്പുറം DCC പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം പിന്നീടുള്ള പ്രചാരണ പരിപാടികൾ എങ്ങനെയാകും, അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, മണ്ഡലത്തിൽ എല്ലായിടത്തും രാഹുൽ ഗാന്ധിക്ക് എത്താനാകുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്.